നമസ്കാരം. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡിയോ ലൈറ്റിംഗ് സെറ്റപ്പ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഡിജിടെക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സ്റ്റുഡിയോ ലൈറ്റ് ആണിത്. സ്റ്റുഡിയോ ലൈറ്റ്സ് ഒരുപാട് ബ്രാൻഡുകളുടെ ആമസോണിലൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ഈ ഒരു ലൈറ്റ് തന്നെ വാങ്ങാനുള്ള കാരണം ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഏകദേശം 6000 രൂപയിൽ താഴെ നമുക്ക് ഈ ഒരു ലൈറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഗോഡോക്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഗോഡോക്സിന്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ലൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫീച്ചേഴ്സ് ഉള്ള ലൈറ്റിന് ഒരു 15000 രൂപയും മേളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സെയിം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ലൈറ്റിന് ഗോഡോക്സിന്റെ അത്രയും ഒരു ലൈറ്റിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിലേക്കൊക്കെ ഈ ഒരു ലൈറ്റ് ധാരാളമാണ്. ഈ ഒരു ലൈറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ബോക്സിന് മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ റിമോട്ട് വരുന്നുണ്ട്. ഇതൊരു കോംബോ സെറ്റ് ആയിട്ടാണ് വരുന്നത്. കോംബോ എന്ന് പറയുമ്പോൾ ഇതിൽ റിഫ്ലക്ടർ കൂടെ വരുന്നുണ്ട്. റിഫ്ലക്ടർ ഉള്ളത് കൊണ്ടാണ് ഇത് കോംബോ എന്ന് പറഞ്ഞ് ആമസോണിൽ കൊടുത്തിരുന്നത്. ആദ്യം എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായില്ല ഇതെന്താണ് കോംബോ സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ റിഫ്ലക്ടർ ഉള്ളതാണ് ഈ കോംബോ സെറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിനൊപ്പം കിട്ടുന്ന റിഫ്ലക്ടറിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൽ മറ്റേ സോഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ഈ ഒരു ലൈറ്റ് സോഫ്റ്റ് ബോക്സിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എന്റെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ഈ ലൈറ്റിനൊപ്പം ഒരു റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ലൈറ്റിൽ എനിക്കൊരു കുറവായിട്ട് തോന്നിയത് ആപ്പ് സപ്പോർട്ട് ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആപ്പ് സപ്പോർട്ട് കൂടെ വേണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഗോഡോക്സിന്റെ ആപ്പ് സപ്പോർട്ടുള്ള ലൈറ്റിന്റെ വില ഏകദേശം 18000-18000 രൂപയുടെ അടുത്ത് വരും. അപ്പം ഇതിൽ ആപ്പ് സപ്പോർട്ടില്ല. ആപ്പ് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് റിമോട്ട് തന്നെ ധാരാളമാണ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഔട്ട്പുട്ട് 150 വാട്ട്സിന്റെ ആണ്. 2700 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെയാണ് ഇതിന്റെ കളർ ടെമ്പറേച്ചർ വരുന്നത്. ബൈ കളർ ലൈറ്റ് ആണ്. ഇനി നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പവർ കോഡ് കിട്ടുന്നുണ്ട്. കുറച്ചധികം ലെങ്ത് ഉണ്ട് ഈ പവർ കോഡിന്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ പോലും പ്ലഗ് പോയിന്റിലേക്ക് നമുക്ക് ലൈറ്റിന്റെ പവർ എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണിത്. ഇതിന്റെ ഫ്രണ്ടിൽ ഈ LED പാനലിന്റെ ആ ഒരു സെക്ഷനൊക്കെ ഇതേപോലെ ഒരു ക്യാപ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് ഇത് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അഥവാ ലൈറ്റ് നമ്മൾ ഇതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അഴുക്കും പൊടിയൊന്നും അകത്ത് കയറി ഡാമേജ് ആകാതിരിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഫുള്ളി ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു ലൈറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ വാറണ്ടി ബ്രാൻഡ് തരുന്നത് 6 മന്ത് ആണ്. 6 മന്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ മാറിത്തരും. 6 മന്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സപ്പോർട്ട് ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കണം എന്ന് ഞാൻ പറയത്തില്ല. പിന്നെ എടുത്ത് കളയേ വഴിയുള്ളൂ. ഈ ഗോഡോക്സിന്റെ ലൈറ്റിനൊക്കെ എനിക്ക് തോന്നുന്നു 1 ഇയറിന്റെ വാറണ്ടി ഉണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇതിന്റെ LED മൊഡ്യൂള്. ബാക്ക് സൈഡിലായിട്ടാണ് കൺട്രോൾസ് ഒക്കെ നൽകിയിരിക്കുന്നത്. ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. ഈ ഒരു നോബ് തിരിച്ചുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിന് മുകളിലായിട്ടൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ ലൈറ്റ് എത്ര പെർസെൻറ്റേജിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ താഴെയായിട്ട് ഇവിടെയാണ് നമുക്ക് പവർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് റിമോട്ടിന്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് അറിയോ, ഇത് നമുക്ക് ഇതിൽ നമ്മൾ റിഫ്ലക്ടറോ അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്ത് ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണാണിത്. ഇതിന്റെ താഴെയായിട്ട് ഈ കാണുന്നതാണ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. ഇതിന് അടിയിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോള് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നമുക്കിത് ടൈറ്റ് ചെയ്ത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ലൈറ്റിന്റെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ടിൽറ്റ് ചെയ്യാനും ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഇത് തിരിച്ചുകൊണ്ട് നമുക്കിത് ലോക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ സ്ട്രോങ് ആയിട്ട് അവരുടെ തിരിഞ്ഞോളും. ഓക്കെ, നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എത്രയും ഇന്റൻസിറ്റിയിലാണ് ഈ ലൈറ്റ് കിട്ടുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഇത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. 82% ഇത് ലൈറ്റ് കിടക്കുന്നത്. നമുക്കിത് നേരെ 100-ലോട്ടൊന്ന് കൊണ്ടുപോയാലോ. ഇതിപ്പോൾ 100%. ഇതിൻ്റെ മാക്സിമം ലൈറ്റ് ഈ കാണുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ മാക്സിമം ലൈറ്റ്. ഇതേ കാര്യം നമുക്ക് റിമോട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ടിൽ നല്ല കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതോടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. റിമോട്ടിൽ നമുക്ക് സിംഗിൾ ക്ലിക്കിൽ 25%, 50%, 100% ഒക്കെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് 100%-ലാണ്. ഞാൻ ജസ്റ്റ് റിമോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്.
നോക്കി ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് ലൈറ്റ് ഇൻറ്റൻസിറ്റി അതിൻ്റെ കുറഞ്ഞ് 50%-ലോട്ട് ആയിട്ടുണ്ട്. ഇനി 25% വേണമെങ്കിൽ ജസ്റ്റ് 25 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലൈറ്റ് കുറയുന്നുണ്ട് കേട്ടോ, കുറഞ്ഞ് 25% ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബൈ കളർ സ്റ്റുഡിയോ ലൈറ്റ് ആണ്. റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ കളർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 2700 കെൽവിൻ മുതൽ 6500 കെൽവിൻ വരെയാണ് ഇതിന്റെ ഒരു കളർ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഇതിപ്പം കൂൾ ലൈറ്റ് ആണ്. ഇനി ഇത് വാം ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ റിമോട്ടിൽ നിന്ന് തന്നെ ഇത് വാം ആക്കാൻ പറ്റും. നോക്കി ഇത് 27,000 കെൽവിൻ വരെ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൂളും വാമും ഒക്കെ ആക്കാം. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള സമയത്ത് കൂൾ ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വാം ലൈറ്റിന്റെ ആവശ്യം അങ്ങനെ വരാറില്ല. ഇനി അഥവാ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒരു ലൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു ലൈറ്റ് ആണ്. ഞാൻ പല ലൈറ്റുകൾ നോക്കി കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലൈറ്റിലേക്ക് എത്തിയത്. ഇതിലേക്ക് എത്താനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഇപ്പോൾ ആമസോണിൽ ഇതിന്റെ പ്രൈസ് 5399 രൂപയാണ്. ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിലക്കുറവിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗോഡോക്സ് ലൈറ്റിന്റെ കൂടെ വില നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗോഡോക്സിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് SL60 എന്ന് പറയുന്ന ഒരു മോഡൽ. അതിന് 8777 രൂപയാണ്. അതൊരു സിംഗിൾ കളർ ലൈറ്റ് ആണ്, ഡ്യുവൽ കളർ വരുന്നില്ല, സിംഗിൾ കളർ ലൈറ്റ് ആണ്. അതേപോലെ ഗോഡോക്സിന്റെ SL62D എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിന് 11,048 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ SL60 വാങ്ങാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റിമോട്ട് ഇല്ല, അതേപോലെ തന്നെ അത് ബൈ കളർ ലൈറ്റ് അല്ല. അതിനോടൊപ്പം ആ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് അതിന്റെ ഫാൻ നോയ്സ് കുറച്ച് കൂടുതലായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷെങ്കിൽ ഈ ലൈറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഫാൻ നോയ്സ് ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അത് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് നമ്മുടെ ഓഡിയോയിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഡിജിടെക്കിന്റെ ലൈറ്റിൽ. അങ്ങനെ നമ്മൾ ലൈറ്റ് തപ്പുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ലൈറ്റ് അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പം നിങ്ങൾ ലൈറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലൈറ്റൊക്കെ എത്ര കാലം നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഗോഡോക്സിന്റെ ഒക്കെ ലൈറ്റ് ആണെങ്കിൽ അതിന്റെ ലൈഫ് കുറച്ച് കൂടുതലായിരിക്കും. ഡിജിടെക് പോലെയുള്ള പ്രൈസ് പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈറ്റിന്റെ ഒരു ലൈഫ് എത്ര ഉണ്ടാകുന്നതെന്നും നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റത്തില്ല. അതേപോലെ വാറണ്ടി ഇതിന് കുറവാണ് കിട്ടുന്നത്. എന്തായാലും നമ്മുടെ പ്രൈസിനുള്ളിൽ നമുക്കൊരു തുടക്ക സമയത്ത് ഒരു ലൈറ്റ് സെറ്റപ്പ് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു മോഡലാണിത്. എന്തായാലും ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കമന്റുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം ഞാൻ ഈ ലൈറ്റിന് വേണ്ടി വാങ്ങിയത് ഗോഡോക്സിന്റെ സോപ്പ് ബോക്സ് ആണ്. അപ്പം ആ സോപ്പ് ബോക്സിന്റെ ലിങ്കും ഗോഡോക്സിന്റെ പോപ്പുലർ ആയിട്ടുള്ള ലൈറ്റുകളുടെ ലിങ്കും ഈ ലൈറ്റിന്റെ ലിങ്കും ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രൈസ് സെഗ്മെന്റിലേക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് ലൈറ്റ് ആണോ അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപയുടെയൊക്കെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങളൊരു നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഗോഡോക്സിന്റെ ആ സോപ്പ് ബോക്സും കൂടെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്കുള്ളിൽ ഒരു കിടിലൻ സ്റ്റുഡിയോ സെറ്റപ്പിലേക്കുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടെ കൂട്ടി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഗോഡോക്സിന്റെ ഒക്കെ ലൈറ്റുകൾ വാങ്ങാം. അപ്പം നിങ്ങളൊന്ന് ലെവലായി യൂട്യൂബിൽ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയി നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയുടെ ലൈറ്റിംഗ് സെറ്റപ്പ് വന്നത് റിംഗ് ലൈറ്റിൽ നിന്നായിരുന്നു. ഞാൻ ഇപ്പം റിംഗ് ലൈറ്റ് മാറ്റിയിട്ട് നമ്മുടെ ഡിജിടെക്കിന്റെ ആ ഒരു സ്റ്റുഡിയോ ലൈറ്റ് കണക്ട് ചെയ്ത് സോഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇത് ഞാൻ 100%ലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇപ്പോൾ 100%ലാണ് ഈ ഒരു ലൈറ്റ് ഉള്ളത്. നമുക്ക് ഇതിൽ നിന്ന് 25%ലേക്ക് കുറയ്ക്കാം. 25%ൽ ഇത്രയും ലൈറ്റിംഗ് ആണ് നമുക്ക് വീഡിയോയിൽ കിട്ടുക. എനിക്ക് തോന്നുന്നു 50% അല്ലെങ്കിൽ ഒരു 75%ലൊക്കെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലൈറ്റ് കിട്ടി തുടങ്ങും. ഇതിപ്പോൾ ഒരു 50%ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ലൈറ്റും ഇതും കമ്പയർ ചെയ്യുമ്പോൾ റിംഗ് ലൈറ്റിൽ നമുക്ക് വളരെ ഹാർഷ് ആയിട്ടുള്ളൊരു ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ സ്റ്റുഡിയോ ലൈറ്റിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് ബോക്സ് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് വരത്തില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. റിംഗ് ലൈറ്റ് കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ റിംഗ് ലൈറ്റിൽ നമുക്ക് സോഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊന്നും അതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിലും ബെറ്റർ ഞാൻ നോക്കിയിട്ട് ഇങ്ങനൊരു ലൈറ്റിംഗ് സെറ്റപ്പ് വാങ്ങുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു നല്ല വലിപ്പമുള്ള റിംഗ് ലൈറ്റ് വാങ്ങണമെങ്കിൽ തന്നെ 3,000-3,500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ. ഇതിൻ്റെ വാം ലൈറ്റിലേക്കാണ് ഞാനിത് സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വാം ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വാം ലൈറ്റിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൈ കളർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കൂൾ ലൈറ്റും വാം ലൈറ്റും
ആവശ്യമുള്ളതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബീറോളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു വാം ഫീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാം ലൈറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള സെറ്റപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇതേപോലെ ബൈ കളർ ലൈറ്റ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടി വാം ലൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ടും കൂടി ഒരു ലൈറ്റിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.